മറ്റെല്ലാ തരത്തിലും ക്ലീൻ ആണ്. അതെ. പക്ഷെ എന്നിട്ട് എന്താണ് മുഖ്യമന്ത്രി പിന്നെ വൈകിപ്പിക്കുന്നത്? ഈ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം മറ്റുള്ള പാർട്ടികളോടൊന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് കണ്ടില്ല മന്ത്രി, പുതിയ ഗണേഷ് മന്ത്രിസഭയിലേക്ക്. അല്ല, പിന്നെ അവർക്കാർക്കും വലിയ അയോഗ്യത ഇല്ലായിരിക്കില്ല. അയോഗ്യതയുള്ള ആള് തോമസ് ആയിരിക്കും, നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് അയോഗ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി കരുതുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുമല്ലോ. എന്ന് നിങ്ങൾ പത്രക്കാര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറഞ്ഞു. പത്രക്കാർ പറഞ്ഞ ഗണേഷ് കുമാറിനും അതുപോലെ പിന്നെ മറ്റേ INL മന്ത്രിക്കും ഒന്നും പിന്നെ കുഴപ്പമില്ല. പക്ഷെ തോമസ് മന്ത്രിയാകുന്നതിനാണോ പ്രശ്നമെന്ന് പറഞ്ഞത് പിന്നെ പത്രക്കാരാണ്, ഞാനല്ല പറഞ്ഞത്. എങ്ങനാ ഇതൊന്നും ഞാൻ പറയാനായിട്ട് ശക്തനല്ലല്ലോ, അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലോ. കാരണം എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം കാണും. എന്തായാലും ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനമുണ്ട്. എത്രയും പെട്ടെന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇതിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഉണ്ടാകണം നമ്മുടെ ആവശ്യം. ലേറ്റ് ആകാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. എന്തായിരുന്നാലും ഏസായാലും നോ ആയാലും എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ്. അല്ല, എനിക്ക് അങ്ങനെ പ്രതീക്ഷയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് കാര്യമില്ല. എനിക്ക് പ്രതീക്ഷയില്ലെന്നുണ്ടെങ്കിൽ പടം മുടക്കി അങ്ങ് വീട്ടിൽ പോയാൽ പോരെ. അതൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ ഫൈറ്റ് ചെയ്ത കാര്യം സത്യമാണെന്ന് തെളിഞ്ഞോ? ഞാൻ എന്താ നിങ്ങളോട് ആദ്യം പോലെ പറഞ്ഞത്? മനോരമ ആയാലും 24 ആയാലും റിപ്പോർട്ടർ ചാനലായാലും ബാക്കി മീഡിയ വൺ ആയാലും എല്ലാവരും എൻ്റെ വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലും, ഒരു ചാനലും ഹൈലൈറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ എന്താണ് ആദ്യം മുതൽ നിങ്ങളോട് പറഞ്ഞത്? 2.5 വർഷം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഓക്കെ, അത് വെളിച്ചത്തായോ? അത് സത്യമാണോ? അപ്പം തോമസ് പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? അത് നിങ്ങളാ പറയേണ്ടത്, മീഡിയാസാ പറയേണ്ടത്. നിങ്ങൾ അന്ന് പോലെ ഇന്ന് വരെ ഞാൻ ഒറ്റ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇങ്ങനൊരു തീരുമാനമുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ആക്കാത്തത്? അതിൻ്റെ പിറകിൽ എന്നാണെന്നുള്ള വെളിപ്പെടുത്തട്ടവരെ. എന്തുകൊണ്ടാണ് തോമസിന്റെ അയോഗ്യത എന്ന് വെളിപ്പെടുത്തുന്നത്? പക്ഷേ മാധ്യമങ്ങളിൽ, മനോരമ അതുപോലുള്ള മറ്റ് പത്രങ്ങളിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനോട്ട് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മനോരമ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും വായിക്കുന്ന ഒരു പേപ്പർ. ഒരാഴ്ചക്കുള്ളിൽ ഈ രാഷ്ട്രീയ സാഹചര്യം മാറുമോ? മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യം ഒരാഴ്ചക്കുള്ളിൽ മാറുമോ എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്ങനെയാണ് അത് മാറുന്നത്? ഒരാഴ്ചക്കുള്ളിൽ മാറുന്ന സാഹചര്യം എന്തായിരുന്നു? ഇവിടുത്തെ ഈ വലിയ കോളടക്കം കാര്യങ്ങളും എല്ലാം കെട്ടടങ്ങുമായിരിക്കും എന്നാണ്. അതെ, ആയിരിക്കാം. നമ്മളോട് കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. കാര്യം പറയണം, അത് വെളിപ്പെടുത്തണം എന്നാണെന്നുള്ളത്. എന്തായാലും PC ചാക്കോ എന്ന് പറയുന്ന ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡന്റും വളരെ ക്ലിയറായിട്ട് ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അല്ല, ഈ ഒറ്റ വാക്കുകൊണ്ട് തൃപ്തരാകാവുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അല്ല, ഒറ്റ വാക്കിലല്ലല്ലോ രാഷ്ട്രീയ. അതെ, അത് രാഷ്ട്രീയ സാഹചര്യം എന്നാന്നുള്ളത് വ്യക്തമാക്കണമല്ലോ. പാർട്ടിയും കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടും ഇത് വൈകിപ്പിക്കാൻ പാടുന്നു. അല്ല, അത് സ്വാഭാവികമല്ലേ. കാരണം നമുക്കറിയാം, ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു സാധാരണ റിക്വസ്റ്റ് അല്ലേ. ഞാൻ ഇപ്പം പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ്. അതിനുശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി തന്നെ. അല്ല, അങ്ങനെയൊന്നും ചോദിക്കാനൊക്കത്തില്ല. അപ്പോൾ അത് പേഴ്സണലായിരിക്കാം, മന്ത്രിസഭയുടെ വിഷയമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കാനൊക്കത്തില്ല. അങ്ങനെയൊന്നും PC ചാക്കോ സാർ അങ്ങനെയൊന്നും ചോദിക്കുന്ന ആളുമല്ല. അദ്ദേഹം അത് കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ടും NCPയുടെ ആവശ്യം എന്നാണെന്നും ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് ശരത് പവാർ, അതാണ് നിങ്ങൾ ആലോചിക്കണം, ഒരു ചെറിയ വ്യക്തിയല്ല അദ്ദേഹം. 3 വർഷം മുമ്പ്, ഇതിപ്പം 3 വർഷത്തിൽ കൂടുതലായി, ശരിയല്ലേ, അന്ന് പറഞ്ഞ ഒരു തീരുമാനം പ്രഫുൽ പട്ടേലാണ് ഇവിടെ വന്ന് ഞങ്ങളോട് പറയുന്നത്. ശരത് പവാറിനെ പോലുള്ള നേതാവിന് സംസ്ഥാനത്തിലെ മന്ത്രിയെ മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പാക്കാൻ ശേഷിയില്ലാത്ത അത്ര ദുർബല നേതാവാണ് ശരത് പവാർ? അല്ല, ആണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം അതുകൊണ്ടാണല്ലോ ശക്തമായിട്ട് അതിനകത്ത് ഇടപെട്ട് ഇപ്പം വന്നത്. അല്ല, ഇത് 2.5 വർഷം കഴിഞ്ഞ് നടക്കേണ്ട കാര്യമാണ്. ഇതിപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും 10 മാസം കൂടെ ആയിട്ടുണ്ട്.